എല്ലാവരും ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, വചനോത്സവത്തിൻ്റെ രണ്ടാമത്തെ രാത്രികാലം ഈ പരിശുദ്ധമായ ആലയത്തിൽ ഒന്ന് ചേർന്നിരിക്കുവാൻ നീ നൽകിയ അളവറ്റ കരുണകളെ ഓർത്ത് നന്ദി പറയുകയാണ്. കർത്താവെ, ഈ രാത്രികാലം ഈ ദേവാലയത്തിൽ നിന്ന് പിരിയുമ്പോൾ ഞങ്ങളുടെ കൂടെ പിരിയാത്തവനായി നീ കൂടിയിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല, നിന്നെ അറിയുവാനും നിന്നെ പഠിക്കുവാനും ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. കർത്താവെ, ബാഹ്യമായ കണ്ണുകളെ ഞങ്ങൾ അടച്ച് ആന്തരികമായ കണ്ണുകൾ തുറന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ വേണ്ടി, വചനത്തിലൂടെ അവിടുത്തെ ഇടപെടലുണ്ടാക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കാൽവരിയിൽ തൻ്റെ അവസാനത്തിൽ രക്തം വരെയും ഒഴുക്കി കൊടുത്ത പൊന്നുതമ്പുരാനെ, ഞങ്ങൾ ചെയ്ത ഓരോ തെറ്റിനും പാപത്തിനും വേണ്ടി നീ കാൽവരിയിൽ യാഗമായി തീർന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പൊന്നുതമ്പുരാനെ, നിന്റെ പീഡാസഹനത്തിൻ്റെ ദിവസത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് വരികയാണ്. പ്രാർത്ഥനാഗ്രഹമായ ഈ ആലയത്തിൽ നിന്റെ തിരുവത്ബഹായുടെ മുമ്പാകെ ഞങ്ങൾ തലവണക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ക്രൂശിനോടാണ് ഞങ്ങൾ ചേർന്നിരിക്കുന്നത്. വചനം ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്നു. ആരെങ്കിലും എന്നെ ഇച്ഛിച്ചാൽ തന്നെ ക്രൂശിമെടുത്ത് എൻ്റെ പിന്നാലെ നിങ്ങൾ വരിക. അനുഗമിക്കുവാൻ, ധ്യാനിക്കുവാൻ, നിയോഗത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളെ, ആകുലതകളെ, രോഗങ്ങളെ, ഞങ്ങളെ വളയുന്നതായ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ആശ്വാസമേകുവാൻ കർത്താവെ, നിന്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ വരികയാണ്. തമ്പുരാനെ, നീ ഏറ്റതായ പങ്കപ്പാടുകൾ, നീ ഏറ്റതായ കഷ്ടതകൾ കർത്താവെ, ഈ രാത്രികാലം ഞങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കണ്ട് പഠിച്ച് സാക്ഷ്യത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെ സ്നേഹിക്കാതെ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി, ഞങ്ങളുടെ ജീവനായി, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച എൻ്റെ പൊന്നുതമ്പുരാനെ, കലങ്ങിയ കണ്ണുമായി, വേദനിക്കുന്ന മനസ്സുമായി, നുറുങ്ങിയ ഹൃദയവുമായി ഞങ്ങളിവിടെ നിൽക്കുകയാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ കലങ്ങിയ കണ്ണിനെ നീ ശുദ്ധമാക്കണമേ. നീറുന്ന മനസ്സിനെ ആശ്വാസം നൽകണമേ. ദൈവമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് നീ സംസാരിക്കണമേ. കർത്താവെ, അടിയൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട്. ജോലിയുന്ന ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ സത്യസന്ധമായ നിന്നിലേക്ക് ചേർന്ന് വരുവാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചില്ല. കർത്താവെ, മുമ്പ് പ്രസംഗിച്ചതായ പ്രസംഗത്തിൻ്റെ പരിചയത്താൽ ഇന്ന് ഈ നിന്റെ മക്കളോട് സംസാരിക്കുവാൻ ദൈവമേ ഇടവരുത്തരുത്. അടിയൻ്റെ നാവിലൂടെ, അടിയൻ്റെ മനസ്സിലൂടെ, അടിയൻ്റെ ജീവിതത്തിലൂടെ നിന്റെ മക്കൾക്ക് ആശ്വാസവചനങ്ങൾ പകർന്നു കൊടുക്കുവാൻ കൃപ നൽകണമേ. ഇവർ ഈ ദേവാലയം വീട്ടിൽ നിന്ന് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ നഷ്ടബോധമായി തീരാതെ സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് പോകുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പീഡാസഹന ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ രാത്രികാലം ഞങ്ങൾ തീരുമാനമെടുക്കുവാൻ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ കൂടെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്നിനായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി വചനസന്ധ്യയുമായി ഈ രാത്രികാലം നിങ്ങളോടൊപ്പമായിരിക്കുവാൻ ദൈവം തന്ന അളവറ്റ കരുണകളെ ഓർത്ത് ദൈവത്തെ മുന്നമേ മഹത്വപ്പെടുത്തുകയാണ്. വചനോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ആമുഖമായിട്ട് റോമ രാജ്യത്ത് നടന്നതായ ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
റോമായിലുള്ളതായ ടെലിമാക്കോസ് എന്ന് പറയുന്നതായ ഒരു സന്യാസിയുടെ ജീവിതമാണ് ഈ ദിവസം നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുന്നത്. ടെലിമാക്കോസ് എന്ന് പറയുന്നതായ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നതായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജനിച്ച നാൾ മുതൽ അദ്ദേഹം ദൈവത്തോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് അദ്ദേഹമായിരിക്കുന്നതായ സന്യാസവൃത്തിയെല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതായ നിമിഷം അദ്ദേഹം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഞാൻ എൻ്റെ സമയം മുഴുവൻ ചെലവഴിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കട്ടെ, ഞാൻ ദൂരെയായിരിക്കുന്ന വനാന്തരങ്ങളിൽ അല്പസമയം ഒന്ന് ധ്യാനിക്കുവാൻ പോകട്ടെ എന്ന് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. ഏറെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ വനാന്തരങ്ങളിലേക്ക് രാവിലെ എഴുന്നേറ്റ് യാത്രയാക്കുകയാണ്. വനാന്തരങ്ങളിൽ കടന്നു ചെന്ന് അദ്ദേഹം അവിടെ ആയിരിക്കുന്നതായ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് അദ്ദേഹം കടന്ന് കയറി ചെല്ലുകയാണ്. അവിടെ ഇരുന്നു അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമെല്ലാം ഒരുക്കി അദ്ദേഹം പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെല്ലാം ആരംഭിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹമായിരിക്കുന്നതായ വനാന്തരങ്ങളിൽ ലഭിക്കുന്നതായ കാട്ടുപഴങ്ങളും വെള്ളവും എല്ലാം കുടിച്ച് അദ്ദേഹം തൃപ്തി അടയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ മനുഷ്യൻ നേരം പുലർന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വനാന്തരങ്ങളിൽ എൻ്റെ സമയം ചെലവഴിക്കുന്നത്? എൻ്റെ ജീവിതം കൊണ്ട് ഈ വനാന്തരങ്ങളിൽ ആർക്കും ഒരു ഗുണമില്ല. അതുകൊണ്ട് ഞാനായിരുന്നതായ നാട്ടിലേക്ക്, ഞാനായിരുന്നതായ സ്ഥലത്തേക്ക് ഞാനൊന്ന് മടങ്ങിപ്പോകുകയാണെന്ന് അദ്ദേഹം സ്വയം തീരുമാനമെടുക്കുക. ടെലിമാക്കോസ് ഏറെ സന്തോഷത്തോടു കൂടി ആ വനാന്തരങ്ങൾ വിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകുകയാണ്. റോമാ സാമ്രാജ്യം അദ്ദേഹം പോയപ്പോൾ കണ്ടതായ സാമ്രാജ്യമായിരുന്നില്ല. അനേകം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതായ നഗരങ്ങളിലേക്ക് ഈ ടെലിമാക്കോസ് ഏറെ സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം പല ആളുകളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ആരും അദ്ദേഹത്തോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സന്യാസിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഈ റോമയിലുള്ളതായ ഒരു വലിയൊരു ആംഫി തിയേറ്റർ അദ്ദേഹം കാണുകയാണ്. ആ തിയേറ്ററിലേക്ക് അനേകം ആളുകൾ ഇങ്ങനെ ഇരച്ചു കയറി മുമ്പോട്ട് പോവുകയാണ്. ഇദ്ദേഹം നോക്കി നിന്ന് കുറച്ചു നേരം എന്തായിരിക്കും അവിടെ നടക്കുന്നത്. ഇദ്ദേഹം കുറച്ചു നേരം ആ ആംഫി തിയേറ്ററിന്റെ പുറത്ത് നിന്നിട്ട് നോക്കി നിന്നിട്ട് ഒരു മനുഷ്യനോട് ചോദിച്ചു, എന്താ അവിടെ നടക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ നിന്ന് പോയതായ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കാണാത്തതായ ഒരു തിയേറ്റർ. പ്രിയമുള്ളവരെ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ കിരാതമായ ഒരു മത്സരം നടക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ സന്യാസി ചോദിച്ചു, ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ആളുകൾ പറഞ്ഞു, അതിനെന്താ പോരെ എന്ന് പറഞ്ഞ് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ആംഫി തിയേറ്ററിന്റെ നടുവിൽ ഇങ്ങനെ വലിയൊരു സ്ഥലം, അതിന് ചുറ്റിലും ഇങ്ങനെ ആളുകളെല്ലാം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ആരവാരത്താൽ, സന്തോഷത്താൽ, ആഹ്ലാദത്താൽ, ശബ്ദകോലാഹലത്താൽ ആ ആംഫി തിയേറ്റർ മുഴുവൻ മുഴങ്ങുകയാണ്. പ്രിയമുള്ളവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ കണ്ട കാഴ്ച രണ്ട് മനുഷ്യരുടെ ഒരു മൽയുദ്ധമാണ്. രണ്ട് മനുഷ്യർ ചീറിപ്പാഞ്ഞുകൊണ്ട് ഏറെ ദേഷ്യത്തോടും ഏറെ വാശിയോടും കൂടി രണ്ട് മനുഷ്യർ ഈ ആംഫി തിയേറ്ററിന്റെ നടുവിൽ നിന്നുകൊണ്ട് കിരാതമായ മല്ലയുദ്ധത്തിനൊരുങ്ങുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി ഒരാൾ മരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ ടെലിമാക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഏറെ ശബ്ദത്തിൽ വീണ്ടും ചോദിച്ചു, നിർത്ത് നിങ്ങളുടെ പരിപാടി, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ആനന്ദത്തിൽ, നമ്മുടെ ആഹ്ലാദത്തിൽ, ഈ നമ്മുടെ സന്തോഷത്തിന് മുമ്പിൽ നിൽക്കുവാൻ വേണ്ടി, എതിർ നിൽക്കുവാൻ വേണ്ടി കടന്നു വന്നതായ നീചനായ മനുഷ്യൻ ആരാണ്? ഇവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുകയാണ്. പ്രിയമുള്ളവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ആംഫി തിയേറ്ററിന്റെ നടുവിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടെ കിടന്നതായ ഒരു കല്ലെടുത്ത് ഈ ടെലിമാക്കോസിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാണ്. ഇദ്ദേഹം ആ കല്ലിനേറുകൊണ്ട് പിടഞ്ഞു വീണ് രക്തം വാർന്നൊഴുകി നിലത്തിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് പാഞ്ഞെടുക്കുന്നതായ സമയം പെട്ടെന്നായിരുന്നു അദ്ദേഹം ഒരു വിറയിലോടുകൂടി അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നത്. ഒരു നിമിഷം ഇവരെല്ലാവരും സ്തംഭിച്ചതുകൊണ്ട് ആഹ്ലാദത്തോട് സന്തോഷത്തോടു കൂടി
ഞെട്ടലോടുകൂടി, പേടിയോടുകൂടി, ഭയത്തോടുകൂടി അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചുബാലൻ പറഞ്ഞ വാക്കെങ്ങനെയായിരുന്നു? അല്ലയോ സഹോദരന്മാരെ, ഇത്രയും പുണ്യവാനായ ഒരു മനുഷ്യനെയാണല്ലോ നമ്മളിൽ നിന്നുകൊണ്ട് കൊന്നു കളഞ്ഞത് എന്ന് സങ്കടത്തോടുകൂടി പറയുന്നതായ രംഗം ഒരിക്കൽ വായിച്ചു കേട്ടു. മത്സരമുള്ളവരെ, ടെലിമാക്കുസ് എന്ന് പറയുന്നതായ റോമൻ സന്യാസിയുടെ ജീവിതം ആമുഖമായി നമ്മുടെ മുമ്പാകെ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ മാനവരാശിക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയതായ തെറ്റിന്റെ ഫലമായിട്ട് ഇന്ന് ഞാനും നിങ്ങളും ഒരു മനുഷ്യനെ കൊലക്കളത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആരാണെന്നറിയാമോ? പൊന്നുതമ്പുരാനായ യേശു തമ്പുരാൻ. ആർക്കെങ്കിലും നിരസിക്കാൻ സാധിക്കുമോ? കാൽവരിയിലെ മഹോന്നതങ്ങളിൽ 3 ആണികളിൽ തൂക്കപ്പെട്ടതായ ആ ശരീരം, ആ മനുഷ്യ ശരീരം ഇന്ന് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കാൽവരിയുടെ മഹോന്നതങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നത്? അല്ലെങ്കിൽ കാൽവരിയുടെ മഹോന്നതങ്ങളിൽ ആണിപ്പാടുകളാൽ, അല്ലെങ്കിൽ വേദനയാൽ, പ്രയാസത്താൽ, ബുദ്ധിമുട്ടുകളാൽ എങ്ങനെയാണ് എൻ്റെ യേശു തമ്പുരാൻ കാൽവരി കുന്നുവരെ എത്തിയത്? ആ ക്രൂശിന്റെ വഴികളെ ഇന്ന് യാത്രക്കാലം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം ചേർന്ന് വായിക്കാം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം ചേർന്ന് നമുക്ക് വായിക്കാം. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ചുകൊണ്ട് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തമ്പുരാൻ തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ഒരിക്കൽ കൂടി ചേർന്ന് വായിക്കാം. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് കരഞ്ഞു നിൽക്കുമ്പോൾ യേശു തമ്പുരാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ഈ വേദഭാഗം എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദുഃഖവെള്ളിയാഴ്ച ദിവസം ദേവാലയത്തിന്റെ നടുവിൽ നാട്ടപ്പെട്ടതായ ഗോകുൽത്തായുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഓരോ പുരോഹിതന്മാരും കറുത്ത കുപ്പായം ധരിച്ച്, കറുത്ത ഹമലിക തന്റെ ദേഹത്ത് ധരിച്ചുകൊണ്ട്, കണ്ണുനീരോടും വേദനയോടും വിറയലോടും കൂടി വായിച്ചു തീർക്കുവാൻ സാധിക്കാതെ വണ്ണം അപ്പുറമായിട്ട് കരഞ്ഞുകൊണ്ട് വായിക്കുന്നതായ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗമാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങളാരും എന്നെ ചൊല്ലി കരയണ്ട, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയും. അച്ഛനൊന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും മക്കളെ ചൊല്ലിക്കരയുന്നവരാണോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയുന്നുണ്ടോ? യേശു തമ്പുരാൻ അറിയാം, ആശായുടെ ദിനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ മക്കളുടെ ജീവിതത്തിന്റെ ഏടുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേദഭാഗമാണ് എന്ന് അവനറിയാം. സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസവും കഷ്ടാനുഭവാഴ്ച ദിവസങ്ങൾ കടന്നു വരുമ്പോൾ എന്താണ് കഷ്ടാനുഭവാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്? എന്താണ് പീഡാസഹനത്തിന്റെ നാളുകൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്? നമ്മളൊക്കെ വർഷത്തിൽ ഒരിക്കൽ പീഡാസഹനമാകുമ്പോൾ, ഓശാന ദിവസമാകുമ്പോൾ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്ക് വന്ന് അവിടെ നടക്കുന്നതായ ആരാധനയെ സംബന്ധിച്ച് മനോഹരമായ പൂക്കളുകളെല്ലാം വിതറി, മനോഹരമായ ഈ കുരുത്തോലകളെല്ലാം ഏറ്റിക്കൊണ്ട് സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി പ്രാർത്ഥിച്ച് പാട്ടുപാടി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതല്ലാതെ ഓശാന സന്ധ്യ മുതൽ നടക്കുന്നതായ ഈ കഷ്ടാനുഭവ ആഴ്ച ദിവസം എന്താണ് ഈ ദേവാലയത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? സ്നേഹമുള്ളവർ, നമുക്കറിയാം, ആരാധന സംവത്സരത്തിന്റെ മർമ്മപ്രധാനമായ ആഴ്ചവട്ടമാണ് ഈ 7 ദിവസം. തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച സന്ധ്യ മുതൽ നടക്കുന്നതായ ഈ ആഴ്ചവട്ടം, ദുഃഖവെള്ളിയാഴ്ച സന്ധ്യ മുതൽ അല്ലെങ്കിൽ ദുഃഖശനിയാഴ്ച പ്രഭാതത്തിൽ വെച്ച് ആരാധനയോടുകൂടി അവസാനിക്കുന്നതായ ഈ ആഴ്ചവട്ടത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള പീഡാസഹനത്തിന്റെ നാളുകളിൽ ഈ ദേവാലയം എന്ത് ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ആരാധന ക്രമീകരണങ്ങൾ എടുക്കുമ്പോൾ അതിലെല്ലാം വളരെ വ്യത്യസ്തതകളാണ്. നമുക്കറിയാം, ഈ ദേവാലയത്തിന്റെ പ്രധാന വാതിൽ കവാടം കടന്ന് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന മനോഹരമായ ഈ മറശ്ശീലയും അല്ലെങ്കിൽ ആ കാണുന്നതായ ഏറ്റവും മനോഹരമായ ഗോകുൽത്തായുടെ നിറം എന്താണ്? ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒതുക്കിക്കൊണ്ട് സങ്കടത്തിന്റെ ചിഹ്നമായ കറുത്ത തുണി ധരിക്കുന്നതായ ഒരു പരിശുദ്ധമായ ദേവാലയം. നമസ്കാരമേശയുടെ സൈഡിൽ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം 2-ാം സിംഹാസനം എന്നറിയപ്പെടുന്നതായ
ഏവങ്കേലിയമേശ കറുത്ത വിരിയിൽ ധരിച്ചുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്നതായ അവസരം, മരണത്തിന്റെയും ദുഃഖത്തിന്റെയും കറുത്ത തുണികളാണ് ദേവാലയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ഗോകുൽത്തായുടെ സ്ഥാനം പോലെ മാറ്റപ്പെട്ടു നിൽക്കുകയാണ്. തിരുശീലയുടെ ക്രമീകരണങ്ങൾ പോലും മാറ്റപ്പെടുന്നു. ആ ആഴ്ചവട്ട ദിവസങ്ങൾ പ്രധാന സമയങ്ങളിലല്ലാതെ ഒരിക്കൽ പോലും മറശീല വലിക്കുന്നതായ സന്ദർഭമില്ല. മാതാവിനോട് വിശുദ്ധന്മാരോട് മധ്യസ്ഥ യാചിക്കുന്നതായ സമയമില്ല. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകങ്ങൾ മുത്തുന്നതായ സമയമില്ല. കൃപ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്നതായ പ്രാർത്ഥനകൾ ചൊല്ലുന്നില്ല. അല്ലെങ്കിൽ ആ ആഴ്ചയുടെ മണിയടിക്കുന്ന ക്രമീകരണം വരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ആഴ്ചവട്ടത്തിന്റെ 7 ദിവസത്തിലെ പ്രാർത്ഥനകളെല്ലാം സ്ഥായി ഭാവത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മളൊക്കെ ചൊല്ലുന്നത്. ഗീതങ്ങളെല്ലാം വളരെ അർത്ഥപൂർണമായ ഗീതങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ആഴ്ച ദിവസങ്ങൾ നമ്മൾ എങ്ങനെയാണ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്? നമ്മളൊക്കെ ഏറെ ശബ്ദത്തിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം ആണുങ്ങളും പെണ്ണുങ്ങളും മനോഹരമായ പാട്ടുകളൊക്കെ പാടാറുണ്ട്, അല്ലേ? ഞങ്ങൾക്കായി ഏറ്റൊരു പീഡ താഴ്ചകളേറ്റും ധന്യം നാഥാ. ഇത്രയും മനോഹരമായ ഗീതമാണ്, അല്ലേ? ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം, കഷ്ടാനുഭവാഴ്ച ദിവസമാകുവാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം, കഷ്ടാനുഭവാഴ്ച ദിവസം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? ഈ പീഡാസഹനത്തിന്റെ നാളുകൾ നമ്മോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഈ ക്രൂശിന്റെ വഴി, വേ ഓഫ് ക്രോസ്, ക്രൂശിന്റെ വഴി നമ്മോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ഈ രാത്രികാലം അല്പസമയം ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, എങ്ങനെയാണ് സഹനങ്ങളെ നേരിടേണ്ടത്? ക്രൂശിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് സഹനങ്ങളെ നേരിടേണ്ടത്? ഇന്നലെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, എന്താണ് ത്യാഗത്തിന്റെ വാതിൽ. പ്രിയമുള്ളവരെ, ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ക്രൂശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, പീലാത്തോസിന്റെ കോടതി മുതൽ ഗാഗുൽത്താ മല വരെ യേശുവരാൻ കടന്നു പോകുന്നതായ ആ കല്ലും മുള്ളും വേദനകളും സഹനങ്ങളും നിറഞ്ഞതായ വഴികളിലൂടെ, ആ ക്രൂശിന്റെ വഴിയിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ എന്താണ് ആ പൊന്നുതമ്പുരാൻ ചുമന്നതായ ക്രൂശ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്? ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശിൽ കിടക്കുന്ന നാഥനോട് നമുക്ക് എന്താണ് ചോദിക്കുവാനുള്ളത്? ക്രൂശോടെ വഹിക്കണമെന്നോ ക്രൂശോടെ സഹിക്കണമോ എന്നാണോ നാം ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ പീഡാസഹനത്തിന്റെ ദിവസങ്ങൾ, അല്ലെങ്കിൽ കർത്താവിന്റെ കഷ്ടാനുഭവ ആഴ്ച ദിവസങ്ങൾ എത്ര വർണ്ണിച്ചാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര പറഞ്ഞാലും നമുക്ക് ആർക്കും മടുപ്പ് തോന്നത്തില്ല. കാരണം അത്രമാത്രം സഹനങ്ങൾ നിറഞ്ഞതായ അനുഭവമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാന പെരുന്നാൾ ദിവസം കർത്താവിന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ കർത്താവിനെ കാണുവാൻ വേണ്ടി വന്നവരെല്ലാം അവരെ ഓശാന പാടി, അല്ലേ? എത്രയോ സ്ഥായി ഭാവത്തിൽ, സന്തോഷത്തിൽ യേശുദമ്പുരാൻ ഓശാന പാടിയവർ. പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു, അല്ലേ? തനിക്ക് ഓശാന പാടിയവർ, തനിക്ക് സ്തുതിവാനുകൾ പാടിയവർ, തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ, തന്റെ സഹോദരനായി, തന്റെ അനുജനായി, താൻ ഏറെ സ്നേഹിക്കുന്നവരായി തന്നോട് ചേർന്ന് നിന്നവരെല്ലാം തന്നെ ഉപേക്ഷിച്ചു പോകുന്നതായ ദിവസങ്ങളാണ് പീഡാസഹനത്തിന്റെ ദിവസങ്ങൾ. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരുടെ മാറ്റത്തെ പറ്റിയാണ് ഈ ദിവസം സന്ധ്യയാമത്തിൽ അല്പസമയം ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത്. യേശുദമ്പുരാൻ എന്തെങ്കിലും ഒരു പരാതികൾ പറഞ്ഞോ? യേശുദമ്പുരാൻ എന്തെങ്കിലും ഒരു പരിഭവം പറഞ്ഞില്ല. തന്റെ കൂടെ, തന്റെ ചങ്കോട് ചങ്കായി ചേർത്ത് നിർത്തിയതായ തന്റെ മക്കൾ എന്ന് വിളിക്കുന്ന തന്റെ സ്ത്രീന്മാർ തന്നെ വിട്ടു പോകുമ്പോൾ ഒരു പരാതിയോ പരിഭവമോ പറയാതെ താൻ ഈ അടികളെല്ലാം, വേദനകളെല്ലാം ഏറ്റുവാങ്ങുവാൻ വേണ്ടി മനസ്സ് കാണിച്ചവനായിരുന്നു യേശുദമ്പുരാൻ. അതാണ് എങ്ങനെയാണ് സഹനങ്ങളെ നേരിടേണ്ടത് എന്ന ചോദ്യത്തിന് ഏറ്റവും വലിയ ഉത്തരം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകാം, മെൽകിസെന്റെ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ചിത്രം. കണ്ടിട്ടുണ്ടോ? അത് കാണാത്ത ഒരു ക്രിസ്ത്യാനി പോലും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അത് കാണാത്ത ക്രിസ്ത്യാനിയേക്കാൾ ഉപരിയായി അത് കണ്ട് കരയാത്തതായ ഒരു ക്രൈസ്തവൻ പോലും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പ്രിയമുള്ളവരെ, എന്താണ് നടക്കുന്നത്? കർത്താവ് അന്ത്യത്താഴ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം തന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അപ്പം നുറുക്കി കൊടുത്തു, അപ്പം വിളമ്പി കൊടുത്തു. സ്നേഹിത എന്ന് വിളിച്ചു, സഹോദര എന്ന് വിളിച്ചു, അനുജ എന്ന് വിളിച്ചു. എന്ത് പ്രയോജനമാണുള്ളത്?
പ്രിയമുള്ളവരെ, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതായ കാര്യമാണ്. ഞങ്ങളെല്ലാവരും അതിനെല്ലാം പല ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടെത്തി അത് വരക്കാരന്റെ വരയിൽ മനോഹരമായ ചിത്രം എഴുതി വരച്ചു വെച്ചിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം യേശു തമ്പുരാൻ അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ, അപ്പം വിളമ്പി കൊടുക്കുമ്പോൾ ആ പൊന്നു തമ്പുരാൻ അറിയാമായിരുന്നു ഇതിലൊരുവനെ ഒറ്റപ്പെടുക്കുമെന്നും ആരായിരുന്നുവെന്നും എങ്ങനെയാണെന്നും എപ്രകാരമാണെന്നും എല്ലാം യേശു തമ്പുരാൻ അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു പരാതി പോലും അവൻ പറഞ്ഞില്ല, തീർന്നില്ല. യേശുവിന്റെ ന്യായവിസ്താര സമയങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിവിടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. സന്നിധി സംഘത്തിന് മുമ്പാകെ യേശു തമ്പുരാനെ അവിടെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി കടന്നു പോകുന്നു. അതിനുശേഷം പീലാത്തോസിന്റെ സന്നിധിയിലേക്ക് യേശു തമ്പുരാനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പ്രിയമുള്ളവരെ, അവിടെ ആ കാലത്തുണ്ടായിരുന്നതായ കാലചരിത്രത്തിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിവിടുകയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ആ കാലഘട്ടങ്ങളിൽ ഒരുവനെ സന്നിധി സംഘത്തിന് മുമ്പാകെയോ എവിടെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് സഭായോഗങ്ങൾ കൂടേണ്ടതുണ്ട്, രാത്രി യോഗങ്ങൾ പാടില്ല, അല്ലെങ്കിൽ അതിനുശേഷം വിസ്താരവും വിചാരണകളുമെല്ലാം. ആ സമയങ്ങളിൽ ഒരുവനെയും അടിക്കുവാനുള്ള അനുവാദമില്ല, വ്യക്തിവിരോധങ്ങൾ കാണിക്കുവാൻ അനുവാദമില്ല, ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനുശേഷം റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നെല്ലാം ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ യേശു തമ്പുരാന്റെ കാര്യമാകുമ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിവിടുന്നതായ രംഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്സരമുള്ളവരെ, നമുക്കറിയാം ഈ യേശു തമ്പുരാനെ കുറ്റം വിധിക്കുവാൻ വേണ്ടി പോകുമ്പോൾ സന്നിധി സംഘത്തിന്റെ മുമ്പാകെ യേശു തമ്പുരാൻ ഒരു വിധി എഴുതി. എന്താണെന്ന് അറിയാമോ? ഇവന്റെ പേരിലുള്ള കുറ്റം എന്താ? ദൈവദൂഷണമായിരുന്നു, അല്ലേ? അറിയാമോ? സന്നിധി സംഘത്തിന് മുമ്പാകെ യേശു തമ്പുരാനെ കൊണ്ടു ചെല്ലുമ്പോൾ അവന്റെ ജീവിതത്തിലെ കുറ്റം എന്ന് പറയുന്നത് ദൈവദൂഷണമായിരുന്നു. എന്നാൽ പീലാത്തോസിന്റെ സന്നിധിയിലേക്ക് യേശു തമ്പുരാനെ കൊണ്ടുപോകുമ്പോൾ ആ എഴുതി വെച്ചതായ കുറ്റം കാറ്റിൽ പറത്തിവിടുകയാണ്. പീലാത്തോസിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ യേശു തമ്പുരാന്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ ദൈവദൂഷണം പറയുന്നതിന്, ഒരുത്തിനെ വിധിക്കുന്ന വിധി എന്ന് പറയുന്നത്, കുറ്റം എന്ന് പറയുന്നത് അവനെ വെറുതെ വിടുവാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിന്റെ വിധി എന്ന് പറയുന്നത് കഴിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ ജീവിതത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിവിടുകയാണ്. പ്രിയമുള്ളവരെ, തീർന്നില്ല. അതിനുശേഷം നമുക്കറിയാം, ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ 1933 യേശു തമ്പുരാന്റെ ഇതേ വിചാരണ തന്നെ മതകോടതി എടുക്കുന്നതായ സമയത്ത് ആ കോടതി വിധിക്കുകയാണ് യേശു തമ്പുരാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്തോ വിരോധാഭാസം അവിടെ നടക്കുന്നത്, എന്തൊരു വിരോധാഭാസമാണ് നടക്കുന്നത്. മത്സരമുള്ളവരെ, ഈ രാത്രികാല വചനോത്സവത്തിന് വേണ്ടി നിങ്ങൾ കടന്നു വരുമ്പോൾ മെൽകിസിന്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പാകെ ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർത്തു നോക്കണം. സുന്ദരനും സുമുഖനുമായിരുന്ന യേശു തമ്പുരാനെ വിസ്തരിക്കുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ദേഹം മുഴുവൻ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച്, ഇന്ന് ഞാൻ നിൽക്കുന്നതായ ഇത്രയും മനോഹരമായ വസ്ത്രം പോലെ, നിങ്ങൾ ധരിച്ചിരിക്കുന്നതായ മനോഹര വസ്ത്രം പോലെ സുന്ദരനും സുമുഖനുമായിരുന്ന യേശു തമ്പുരാൻ അതാ സന്നിധി സംഘത്തിന് മുമ്പാകെ കടന്നു വരുമ്പോൾ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറച്ചെറിഞ്ഞു കളയുന്നതായ രംഗം ഒരു മനുഷ്യൻ സഹിക്കുന്നതിനപ്പുറമായി, അതിന്റെ അപ്പുറം എക്സ്ട്രീം ലെവലിൽ അവൻ സഹിക്കുവാൻ വേണ്ടി പോകുന്ന സഹനങ്ങൾ അവിടെ വരച്ചു കാണിക്കുകയാണ്. അതാ പ്രിയമുള്ളവരെ, വിസ്തരിക്കുന്നതായ സമയത്ത് പടയാളികൾ അവന് മുമ്പാകെ വന്നിട്ട് ഒരു മനുഷ്യൻ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായ ഒരു പീഡനം അവന്റെ മുഖത്തേക്ക് തുപ്പുന്നതായ രംഗം. ആ തുപ്പലുകളെല്ലാം ഏറ്റുവാങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ട്. ഈ ലോകത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതായ പാപത്തിന്റെ ഫലം, ഈ ലോകത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതായ തെറ്റിന്റെ ഫലം, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യത്തിന്റെ അപ്പുറമായി എന്റെ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി അടികൊള്ളുമ്പോൾ ഒന്നോർത്ത് നോക്കണം. തീർന്നില്ല. അവൻ ആ സംഘത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പടയാളികൾ അതാ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലുതായ ചമ്മട്ടികൾ എടുത്തുകൊണ്ടുവന്ന് ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വലിച്ചടിക്കുമ്പോൾ, തീർന്നില്ല. ആ ചമ്മട്ടി വലിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും രക്തവും മാംസവും എല്ലാം അടർന്നു പോകുന്നതായി രംഗം കാണുമ്പോഴും ഒരു പരാതി പോലും പറയാതെ യേശു തമ്പുരാനെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. നോർത്ത് നോക്കണം. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരനായിരുന്നു യേശു തമ്പുരാനാണ് പറയപ്പെടുന്നത്. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ വെച്ച് ഇത്രയും സുന്ദരനായ മനുഷ്യന്റെ അതാ മൃദുവാകുന്ന താടിരോമങ്ങൾ, ചെമ്പുകമ്പി പോലെ ഇരിക്കുന്ന താടിരോമങ്ങളിലേക്ക് പടയാളികൾ തന്റെ പാറ പോലെ ഇരിക്കുന്ന കൈ കുത്തി കയറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോൾ രക്തവും മാംസവും
താഴ്വരയിൽ പറഞ്ഞു പോകുന്നതായ രംഗം ഇതാർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കും നിനക്കും വേണ്ടിയിട്ട്. നമ്മളൊക്കെ സുവിശേഷം കേൾക്കാനും പ്രാർത്ഥനയോ കേൾക്കുവാനും വചനം കേൾക്കുവാനും ആരാധനയെ സംബന്ധിക്കുവാനും കടന്നു വരുമ്പോൾ ആരായിരുന്നു യേശു തമ്പുരാനെന്ന് ആദ്യം മനസ്സിലാക്കണം. പീഡാസഹനത്തിന്റെ നാളുകളിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ പരിഹാരമായി കുമ്പസാരം വൈദികന് മുമ്പാകെ ദേവാലയത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നതായ പാപങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി ഓരോ ദിവസങ്ങളും ഓരോ പള്ളികളിലും ഓരോ ദേവാലയങ്ങളിലും ഓരോ അച്ഛന്മാർ പല പ്രാവശ്യം പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് അച്ഛൻ കുമ്പസാരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ അച്ഛന്മാരുടെ മുമ്പാകെ കുമ്പസാരിച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ട്, ദൈവത്തോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നതായി എന്നോടും നിന്നോടും എന്ന് പറയുവാൻ വേണ്ടി പോകുന്നത് യേശു തമ്പുരാന്റെ ജീവിതമാണ്. ഓർത്ത് നോക്കണം പ്രിയമുള്ളവരെ. ഗാഗുൽത്താ മലയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാരമുള്ളതായ ക്രൂശിനെ തോളിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്നോളം സ്നേഹിച്ച 12 പേര് ഓടിപ്പോകുമ്പോൾ, ഇന്നോളം വചനം കേൾക്കാത്ത ഒരു മനുഷ്യൻ, ഇന്നോളം അപ്പം നുറുക്കി വാങ്ങിക്കാത്ത മനുഷ്യൻ, ഇന്നോളം യേശു തമ്പുരാനെ കാണാൻ നോക്കാത്ത മനുഷ്യനായ പുരേനക്കാരനായ ശീമോൻ വന്ന് യേശു തമ്പുരാനെ താങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ശിഷ്യന്മാരാണോ പുരേനക്കാരനായ ശീമോനാണോ ഞാൻ നിങ്ങളും? പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്ത് നോക്കണം, രണ്ടുപേരുമാണ് നമ്മുടെ ജീവിതത്തിൽ യേശു തമ്പുരാന്റെ ജീവിതം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, നമുക്കറിയാം സൗഹൃദം തുണയ്ക്കാത്തതായ ഒരു വഴിയായിരുന്നു യേശു തമ്പുരാന്റെ. ആരും ഉണ്ടായിരുന്നില്ല, ആരും അവനെ കാണാനുണ്ടായിരുന്നില്ല, ആരും അവനെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല, ആരും അവനെ മനസ്സിലാക്കാനുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തി കളയുമ്പോൾ യേശു തമ്പുരാൻ ഈ സഹനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങി. ഒപ്പം ഉണ്ടായിരുന്നവർ ചിതറിപ്പോകുമ്പോൾ ഒപ്പമില്ലാത്തവനായ ഒരു മനുഷ്യൻ ആ ദൈവത്തോട് ചേർന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ വിട്ടുപോകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം. ആണോ? നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ സ്നേഹിച്ചവർ, നിങ്ങളൊക്കെ വാത്സല്യത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചവർ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം ആരെങ്കിലും ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ? ഉണ്ടോ? ചതി എന്ന് പറയും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്റെ ആയാലും നിങ്ങളുടെ ആയാലും ജീവിതത്തിൽ തന്റെ കൂട്ടുകാരൻ, താനേറെ സ്നേഹിച്ചവൻ, താനേറെ ബഹുമാനിച്ചവൻ തന്നെ ഒറ്റിക്കൊടുക്കുമ്പോൾ, തന്നെ വിട്ടു പോകുമ്പോൾ, തന്നെ ചതിച്ചു മാറിപ്പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സഹിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വേദനയാണ്. ഇതെല്ലാം സഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. BC 4-ാം നൂറ്റാണ്ടിലെ ഒരു ദിവസം കറുത്ത ദിനമായിട്ട് ആചരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സീസർ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, സമ്പത്ത് ഉണ്ടായിരുന്നു, എല്ലാം നേടിയവനായ പ്രഗത്ഭനായ മനുഷ്യൻ അതാ 24 കടാരമനകൾക്ക് മുമ്പിൽ മരണപ്പെട്ടു പോകുമ്പോൾ, 24 കടാരമനകൾ സീസറിന്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ പ്രിയമുള്ളവരെ, മരണവേദനയോടുകൂടി നിന്നുകൊണ്ട് നോക്കുമ്പോൾ 24 കടാരമനകളിൽ പകുതി കടാരമനകളും തന്റെ ദേഹത്തേക്ക് എഴുതത് മറ്റാരുമല്ല, താൻ സ്നേഹിച്ച തന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മത്സരമുള്ളവർ ഓർമ്മപ്പെടുത്തിയത് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സഹനങ്ങളെ നേരിടുമ്പോൾ ഒരുപക്ഷെ നാം ചങ്കോട് ചേർത്ത് നിർത്തിയവർ, താൻ സ്നേഹിച്ചവർ തന്നെ വിട്ടു പോകുവാൻ വളരെ സാധ്യതയുള്ള കാലഘട്ടമാണ്. 1984 വർഷത്തിൽ ഒക്ടോബർ മാസം 31-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നതായ ഒരു സ്ത്രീ, അല്ലേ? അറിയില്ലേ? ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ആരാണ് കൊലപ്പെടുത്തിയത്? താൻ ഇന്നലെ വരെ കണ്ടിരുന്ന ആളാണ് തന്നെ കൊലപ്പെടുത്തിയത്. തീർന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യരാശിയിൽ ഞാനും നിങ്ങൾ നടക്കുന്നതായ സമൂഹത്തിൽ നമ്മളെ ഒറ്റിക്കൊടുക്കുവാനും നമ്മളെ കൊല്ലുവാനും നമ്മളെ പിറകെ കൂടുന്നവർ ആരെല്ലാമാണ്? നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുണ്ടോ? പൊന്നുതമ്പുരാന്റെ ജീവിതമാണ് ഈ ദിവസം നമ്മുടെ മുമ്പാകെ ചേർത്ത് വയ്ക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതം എവിടെയാണ്? നമ്മൾ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്? യേശുദമ്പുരാന്റെ സഹനങ്ങൾ ആ ക്രൂശിനെ നമുക്ക് മഹത്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും മാഷിന്റെ കഥ ഇപ്രകാരം വായിക്കുവാനിടയായിത്തീർന്നു. മാഷ് ഒരു ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് വന്നു. കുട്ടികൾക്കെല്ലാം വിദ്യയെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അതിനുശേഷം മാഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞു. മാഷ് തന്റെ കീശയിൽ നിന്ന് ഒരു 2000 നോട്ട് എടുത്തിട്ട് അവരുടെ നേരെ നീട്ടി. എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് വേണം മാഷെ,
പ്രിയമുള്ളവരെ, ഈ മാഷിൽ ഈ 2000 നോട്ടെടുത്ത് ഒന്ന് ചുരുട്ടിക്കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഈ പണം വേണോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, ആ മക്കൾ പറഞ്ഞു, എനിക്ക് വേണം. തീർന്നില്ല, ഈ മനുഷ്യൻ ഈ പണം എടുത്ത് വീണ്ടും ചുരുട്ടിക്കൂട്ടി നിലത്തേക്ക് ഇട്ടു. താഴെ ഉണ്ടായിരുന്ന പൊടിപടലങ്ങളെല്ലാം ഈ 2000 നോട്ടിലേക്ക് പതിച്ചു. എന്നിട്ട് ചോദിച്ചു, ഈ തുക നിങ്ങൾക്ക് വേണമോ? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം. കാരണം മറ്റൊന്നുമല്ല, എത്ര പൊടി പറഞ്ഞാലും എത്ര ചുളുക്ക് വീണാലും ആ പണത്തിൻ്റെ 2000 രൂപയുടെ മൂല്യം കുറയുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ക്രിസ്തുവിലൂടെ നമുക്ക് കാണുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിലയുണ്ട്, ജീവിതത്തിനെല്ലാം ഒരു വിലയുണ്ട്, നിലയുണ്ട്. പ്രിയമുള്ളവരെ, ഞാനായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഞാനായിരിക്കുന്നതായ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൊടിപടലങ്ങൾ കടന്നു വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നേക്കാം, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കടന്നു വന്നേക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യമുണ്ട്, അത് മറന്നു പോകരുത്. ഈ കാലഘട്ടങ്ങളിൽ ചെറിയൊരു സങ്കടം വരുമ്പോൾ, ചെറിയൊരു വേദന വരുമ്പോൾ, ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ആത്മഹത്യ എന്ന് പറയുന്നതായ അവസ്ഥയിലേക്ക്, മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നതായ അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സഹനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. സങ്കടമല്ല ദുരന്തം, മറിച്ച് വീണ് പോകുന്നതാണ് ദുരന്തമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരെല്ലാം കൈവിട്ടു പോയാലും, ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം ജീവിതത്തിൽ നിന്ന് തെന്നി മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിയമുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസം മധ്യാഹ്ന നമസ്കാരത്തിലെ പ്രമേയസമുദായികൾ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. അഗ്നിമയന്മാർ എവിടെ? ശിഷ്യന്മാർ ഓടി ഒളിക്കുന്നു, സ്നേഹിതർ ചിതറിപ്പോകുന്നു. മിഖായേലേ, നിന്റെ വൈരാഗ്യം എവിടെ? ശീമോനെ, നീ എവിടെയാണ്? യോഹന്നാനെ, നീ എവിടെയാണ്? തോമായെ, നീ എവിടെ പോയി? ലാമി, നീ എന്തിന് കരയുന്നു? മനോഹരമായ ഒരു പ്രമേയസമുദായ നിങ്ങളൊക്കെ വായിച്ചു കേട്ടിട്ടില്ലേ? വരുന്ന ദുഃഖ വെള്ളിയാഴ്ച ദിവസം വായിച്ചു കേട്ടു. തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നിൽ നിന്ന് ഓടി അകന്നു പോകുമ്പോൾ, തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോഴും പരാതികളൊന്നും കൂടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മനുഷ്യൻ നമുക്ക് വേണ്ടി മധ്യസ്ഥയാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ സഹനങ്ങൾ സഹിച്ചതിൽ ഏറ്റവും ഉന്നതനായിരുന്നു യോബ്. സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം കൈവിടാതെ അവന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവത്തെ മഹത്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ നടന്നതായ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഒരു കുടുംബത്തിൽ വിവാഹം കഴിഞ്ഞ് ഒരു മകൾ കടന്നു വന്നു. സന്തോഷമായി ജീവിക്കുന്നതായ സമയത്ത് എല്ലാവരുടെയും ആഗ്രഹം പോലെ ആ മകൾ ഗർഭിണിയായി തീരുകയാണ്. ഏകദേശം 7 മാസം കഴിഞ്ഞു. സന്തോഷമായി ഇവർ ജീവിച്ചു വരുന്നതായ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇവർ ജീവിത പങ്കാളിയും ഈ മകളും കൂടി ഒരുമിച്ചിരുന്ന പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കുന്നതായ അവസ്ഥയിൽ പെട്ടെന്ന് ഇവൾക്കൊരു വയറുവേദന വരികയാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിത പങ്കാളി പെട്ടെന്ന് അടുത്തുള്ളതായ ഒരു ചെറിയ ക്ലിനിക്കിലേക്ക് ഇവളെ കൊണ്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വൈദ്യൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ മകളെയുമായ മകൻ ഏറെ വേഗത്തിൽ ഒരു വാഹനം വിളിച്ച് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. ദീർഘനേരത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഡോക്ടർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ആ കുഞ്ഞിൻ്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്, ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുകയാണെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഈ മകൾ ഏറെ സങ്കടത്തോടുകൂടി വേദനയോടുകൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, എൻ്റെ മോളെ, ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചൊരു ദൈവമല്ലേ, എന്താ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച ദൈവം ഇത് കാണുന്നില്ലേ? ഇന്നലെ വരെ നിനക്ക് ഈ കുഞ്ഞിനെ നൽകിയതായ ദൈവം ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ മകൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, മറ്റൊന്നുമല്ല, ഈ ഭൂമികോളത്തെ മുഴുവനും ഒരു നിമിഷം കൊണ്ട് ചുറ്റുവാൻ കഴിവുള്ളതായ അല്ലെങ്കിൽ മാറ്റിവെക്കുവാൻ കഴിവുള്ളതായ പൊന്നു തമ്പുരാനാണോ എൻ്റെ കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ പറ്റാത്തത്? ഒത്തിരി സമയമൊന്നും എടുത്തില്ല. 10 മിനിറ്റ് സമയം കഴിഞ്ഞപ്പോൾ ഈ മകളുടെ വേദനയ്ക്ക് ആശ്വാസമായി. ഡോക്ടർമാർ പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞ് കിടക്കുന്ന സമയം കൃത്യമായ സ്ഥലങ്ങളിൽ ഈ കുഞ്ഞ് അവിടെ കിടക്കുക. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, സഹനങ്ങളിൽ എങ്ങനെ അത്
അബ്രഹാമിന്റെയും സാറയുടെ ജീവിതം പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അവന്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും ആനന്ദവും സൗഭാഗ്യവുമെല്ലാം നേടി. പണത്തിന് പണം, സ്ഥാനമാനങ്ങൾക്ക് സ്ഥാനമാനം, തന്റെ ശിഷ്യന്മാരും മൃഗാദികളെല്ലാം തനിക്ക് ലഭിച്ചപ്പോഴും താൻ എപ്പോഴും പ്രാർത്ഥിക്കും. തനിക്ക് എന്തില്ല? ഒരു കുറവുണ്ടായിരുന്നു, ഒരു കുഞ്ഞില്ല. അല്ലെ, അബ്രഹാമിനും സാറയ്ക്ക് ഒരു കുഞ്ഞില്ലായിരുന്നു. പക്ഷേ അബ്രഹാം സാറയിൽ നിന്ന് പ്രാർത്ഥിക്കുമായപ്പോൾ അവർക്ക് കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും സന്തോഷിക്കുന്നതിനപ്പുറമായ ഒരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ എന്ത് സംഭവിച്ചു? ആ കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. അല്ലേ പ്രിയമുള്ളവരെ, അബ്രഹാം സഞ്ചരിച്ച വഴി എത്രയോ കഷ്ടം നിറഞ്ഞ വഴിയാണ്. തന്റെ കുഞ്ഞിനെ തോളിൽ വഹിച്ചുകൊണ്ട് ഏറെ സങ്കടത്തോടു കൂടി അബ്രഹാം കടന്നു പോകുമ്പോൾ തന്റെ കുഞ്ഞിനോട് സങ്കടവാർത്ത ഒന്നും പറയുന്നില്ല. കുഞ്ഞിന്റെ മുമ്പാകെ സന്തോഷം മാത്രം കാണിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കുത്തിക്കേറുന്നതായ വേദനയോടും ഭാരത്തോടും കൂടി തന്റെ കുഞ്ഞിനെ തോളിൽ വഹിച്ചുകൊണ്ട് അതാ മലമുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരപ്പനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ തന്റെ കുഞ്ഞ് ചോദിച്ചത്? എന്താ തീയും പിറകുകൊണ്ടെന്നാൽ വലിയ മൃഗം എവിടെയെന്ന്? എത്രയോ സങ്കടകരമായ ചോദ്യമാണ് ചോദിച്ചത്. ആ സഹനങ്ങളിൽ അവൻ മഹത്വീകരിച്ചു. അവൻ പറഞ്ഞു, എന്താ വലിയ മൃഗത്തെ ദൈവം കരുതിക്കൊള്ളു. അബ്രഹാം യാത്ര ചെയ്ത വഴി എവിടെയാണ് പ്രിയമുള്ളവർ? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഉത്തരവാദി ആരാണ്? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഉത്തരവാദി പീലാത്തോസാണോ? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഉത്തരവാദി സന്നിധി സംഘമാണോ? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഉത്തരവാദി കയ്യാപ്പയാണോ? ആണോ? അല്ല. അവനെ അറിഞ്ഞവർ മൗനം പാലിച്ചതാണ് അവന്റെ ക്രൂശുമരണത്തിന്റെ ഉത്തരവാദി. അവനെ കണ്ടവർ, അവനെ സ്നേഹിച്ചവർ മൗനമായി നിന്നതാണ് അവന്റെ ക്രൂശിന്റെ ഉത്തരവാദി. പ്രിയമുള്ളവരെ, അവനിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഗെത്സമനയിലേക്ക് കടന്നു ചെന്ന് വേർപ്പുതുള്ളി രക്തത്തുള്ളിയാകുന്നത് പോലെ മരണവേദനയോടുകൂടി ദുഃഖിതനായി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ച്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. അവസരമുള്ളവരെ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറണം. എത്രയോ ശ്രേഷ്ഠകരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്രൂശ്, ചില ക്രൂശുകളെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ്, ആശീർവദിയൊക്കെ പറയാറുണ്ട്, ഓ ഈ കുരിശ് എപ്പോഴും എൻ്റെ കൂടെയാണല്ലോ. പറയാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ പറയാം. ആരെങ്ങനെ പറയണം? ഓ ഈ കുരിശ് ഒഴിഞ്ഞു പോകുന്നില്ല. അല്ലേ, എല്ലാവരും ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉത്തരം അറിയാം. പ്രിയമുള്ളവരെ, ചില കുരിശ്, ചില സഹനം നമ്മുടെ ജീവിതത്തിൽ വിട്ടുമാറാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അത് ഏത് രീതിയിലാണ് നമുക്കറിയില്ല. പ്രിയമുള്ളവരെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അംഗഹീനരായ കുട്ടികൾ നമുക്കുണ്ടാകാം, മാനസിക ഭ്രാന്തി അനുഭവിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും നമ്മുടെ കൂടെ ഉണ്ടാകാം, മദ്യപാനത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ചില ഭർത്താക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടാകാം, കുടുംബത്തിൽ സമാധാനം പെട്ടുപോകുന്ന രീതിയിലുള്ളതായ അമ്മമാരും നമ്മുടെ കൂടെ ഉണ്ടാകാം. തീർന്നില്ല, എന്നും കടബാധ്യതയിൽ വലയുന്ന ചില സഹനങ്ങൾ കൂടെ ഉണ്ടാകാം, അനുസരണയില്ലാത്ത കുട്ടികൾ വളർന്നു വരുന്ന കുടുംബങ്ങളുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ളതായ സഹനങ്ങൾ കുരിശിൽ നമ്മൾ പേരേണ്ടതായിട്ട് വരും. പ്രിയമുള്ളവരെ, അവിടെയെല്ലാം ചില സഹനങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പാണെന്ന് മാത്രം ചിന്തിച്ചാൽ യേശുദാസന്റെ സഹനം ക്രൂശുമരണത്തെ നിങ്ങൾ മഹത്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്ത് സഹനങ്ങൾ വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിന്റെ യേശുദാസൻ ചുമന്ന ക്രൂശിന്റെ ഒരു അംശം പോലും ചിന്തിച്ചാൽ ഇതെല്ലാം നമ്മൾ മാറിപ്പോകും. പ്രിയമുള്ളവരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ നടന്ന സംഭവം വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവർ, 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. സന്തോഷമായിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതായ മാതാപിതാക്കൾ. സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര വലിയ നല്ല നിലയിലൊന്നുമില്ല, എന്താ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു കുടുംബം. പ്രിയമുള്ളവർ, അവരെന്നും പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോകും. കുഞ്ഞുങ്ങളെ അങ്ങനെ സന്തോഷത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി അവർക്ക് കൊടുക്കുവാവുന്ന സന്തോഷം മുഴുവൻ വാരിക്കോരി കൊടുത്ത് അവരെ വളർത്തിയാണ്. പലരും ആ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട്, അസൂയ കൊണ്ടിട്ട് പോകാറുണ്ട്. ഇത്രയും സന്തോഷമുള്ള കുടുംബവും പലരും അസൂയപ്പെട്ടിട്ടുണ്ട് ആ കുടുംബത്തെ കണ്ടിട്ട്. പ്രിയമുള്ളവരെ, ഒരു ദിവസം നേരെ പുലർന്നപ്പോൾ അവരുടെ സന്തോഷം നിലച്ചു പോകുന്ന സംഭവം കടന്നു വരികയാണ്. ആ വീട്ടിലെ കുടുംബനാഥൻ ഒരു ആക്സിഡന്റിൽ പെട്ട് അരക്കി പൊട്ടി തളർന്നു പോവുകയും രാവിലെ കൂലിവേലയ്ക്ക് പോയതായ ആ മകനെ ഒരു വണ്ടി പിറകിൽ നിന്ന് മേടിച്ചിട്ട് അരക്കി പൊട്ടി തളർന്നു പോവുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി ആ മനുഷ്യനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം രോഗചികിത്സയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഒരു കട്ടിൽ ഇങ്ങനെ പാരലൈസ് ആയി കിടക്കുകയാണ്.
ആ മനുഷ്യനെ നോക്കുവാനായിട്ട് ഈ അമ്മ, കുഞ്ഞുങ്ങളുടെ അമ്മ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. ഈ മനുഷ്യനെ ചികിത്സിച്ചുകൊണ്ട് വരുന്നതായ സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്ന സമയത്ത് ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഒന്ന് ചുമച്ചുള്ളൂ, വെറുതെ ഒന്ന് ചുമച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് ചുമ വിട്ട് മാറുന്നില്ല. ഹോസ്പിറ്റലുകളെല്ലാം പോയി ചുമയ്ക്ക് കുറവുമില്ല. പല ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ചികിത്സിച്ചിട്ടും മരുന്ന് കൊടുത്തിട്ടും ഒരു കുറവുമില്ല. അങ്ങനെ ആരും പറഞ്ഞു തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുപോയി, ഈ മകളെ കൊണ്ടുപോയി, വീട്ടുകാരെല്ലാം കൂടി അവിടെ ചെന്നിട്ട് ഡോക്ടർമാർ പരിശോധിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് കുറേ മരുന്നൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ടെസ്റ്റ് ചെയ്യാനുണ്ട്, ഇന്ന ദിവസം വരാൻ പറയുന്നു. അങ്ങനെ ഈ മകളുടെ തൊണ്ടയിൽ നിന്ന് എന്തോ എടുത്ത് ബയോപ്സി അയക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഈ മകളെ ആ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിന്ന് തൊണ്ടയിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പിടിപെട്ടിരിക്കുകയാണ്, നോക്കണം. സന്തോഷവും ആനന്ദവുമായി കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ രണ്ട് സങ്കടം കടന്നു വരികയാണ്. ദീർഘനാളത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് ഈ മകളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക. കീമോ ഒക്കെ ചെയ്ത് തലയിൽ മുടിയെല്ലാം കൊഴിഞ്ഞുപോയി. ഈ മകളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വീട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, 4ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കൾ, 4ൽ പഠിക്കുന്ന ഒരു മകനും 6ൽ പഠിക്കുന്ന മകളും, ഇവർക്ക് അറിയാവുന്നതുപോലെ ഇവർ അമ്മയും ചെയ്യുന്നത് പോലെ അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അടുപ്പിലേക്ക് വെള്ളം വെച്ച് കുറച്ച് പയറും അരിയും എല്ലാം എടുത്ത് ഒന്നിച്ചിട്ട് വേവിച്ച് ഈ അപ്പനമ്മയ്ക്ക് മാറിക്കൊടുക്കുകയാണ്. ഒട്ടും വയ്യ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പള്ളിയിൽ വികാരിയച്ഛൻ അവിടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വികാരിയച്ഛൻ കടന്നു വരുമ്പോൾ കണ്ട കാഴ്ച, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കഞ്ഞി വാരി അപ്പൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് അച്ഛൻ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് ഈ മക്കളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മുറ്റത്ത് ചെന്നിട്ട് ഈ മക്കളെ അച്ഛൻ ധരിച്ചിരുന്ന കറുത്തകുപ്പായം ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് 2 പേരും ചേർത്ത് നിർത്തിയിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ അമ്മയും അപ്പയും ഇങ്ങനെ കിടക്കുകയല്ലേ, മക്കൾക്ക് വിഷമമുണ്ടോ എന്ന് അച്ഛൻ വളരെ സാധാരണത്തോടെ ചോദിച്ചപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൾ ഒന്നും പറഞ്ഞില്ല. മൗനമായി നിന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ച ആ മകൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അച്ചോ, ഒരുപക്ഷെ എൻ്റെ അമ്മ അധികകാലം ഉണ്ടാകില്ല, മരണപ്പെട്ടു പോയേക്കാം. എൻ്റെ അപ്പ ഒരുപക്ഷെ അധികകാലം കട്ടിലേക്ക് കിടക്കില്ല, എഴുന്നേക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ കിടക്കും. 4ാം ക്ലാസ്സിൽ പഠിച്ച മകൻ പറയുകയാണ്, 2 പേരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, പക്ഷേ ഞങ്ങളെ കരുതുന്ന, എന്നെയും എൻ്റെ ചേച്ചിയെയും താങ്ങി എഴുന്നേൽപ്പിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു പൊന്നു തമ്പുരാനുണ്ട് എന്ന് മറ്റാരും എന്നെ പഠിപ്പിച്ച് ആ കിടക്കുന്ന അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചെന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞതായ വാക്ക് ഓർക്കി പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തിയത്, സഹനങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ അതെങ്ങനെ ആശ്വാസമായി തീരാം, എങ്ങനെ പൂർത്തീകരിക്കാം. ഞങ്ങളുടെ നാട്ടിൽ സനു എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, ഒരുപക്ഷെ വിജുവൽസിന് അറിയാമായിരിക്കാം, രാജകുമാരി പള്ളി ഇടവക്കാരനാണ്. മനോഹരമായ പാട്ടുപാടും മദ്ബഹായ ശുശ്രൂഷ ചെയ്യും. സനു എന്ന് പറയുന്ന മനുഷ്യൻ പന്നിയാർകുടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോവുകയാണ്. ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ആ മകൻ്റെ തോളിലായിരുന്നു. തനിക്കുണ്ടായിരുന്ന 2 മക്കളിൽ മൂത്ത മകൻ തൻ്റെ ശരീരത്തിൽ സോറിയാസിസ് പോലുള്ള അസുഖം ബാധിച്ച് കൊച്ചുകുഞ്ഞാണ്. അവനിങ്ങനെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് അവനെ കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല, ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല. കടബാധ്യതയും പ്രശ്നവുമായിരുന്ന ആ സമയത്താണ് പെട്ടെന്ന് സനു ഈ ലോകത്തിൽ നിന്ന് ആക്സിഡന്റിൽ മാറ്റപ്പെട്ടു പോകുന്നത്. ഞങ്ങളുടെ മേഖലയിലെ തിരുമേനി ആ ശവസംസ്കാര ശുശ്രൂഷയിൽ കടന്നു വന്നു. ഈ കൊച്ചുമകനെ കരച്ചിൽ കേട്ട് അവിടുന്ന് കരയാതെ പോയ ഒരുവൻ പോലും ഉണ്ടായിരുന്നില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന മകനെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അഭിയുന്ന തിരുമേനി വിളിച്ചുകൊണ്ട് പോവുകയാണ്. യൂരോസ് തിരുമേനി വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിച്ചു, മോനെ വിഷമിക്കേണ്ട, വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കൊച്ചുമകൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, തിരുമേനി ഒരു വിഷമവുമില്ല, ഇതെല്ലാം ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. ആ കൊച്ചുമകൻ പറഞ്ഞ വാക്കാണ് ദൈവങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് ഞാൻ നിങ്ങൾ അടുത്തു വരുമ്പോൾ സഹനങ്ങളെ മഹത്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ചില സഹനങ്ങളൊക്കെ ജീവിതാന്ത്യത്തോളം നമ്മുടെ കൂടെ ഉണ്ടാകും. ചില വേദനകളൊക്കെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ പുറപ്പായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ അവിടെയെല്ലാം നാം കാണേണ്ടത് പൊന്നുതമ്പുരാൻ സഹിച്ചതായ പീഡാസഹനം മാത്രമാണ്. രണ്ടാമതായിട്ട്, സഹനങ്ങളിൽ എങ്ങനെ നമുക്ക് ഒരാൾക്ക് സ്വാതന്ത്ര്യമായി തീരാം, സഹനങ്ങളിൽ നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമായി തീരാമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും അവനെ വിട്ടു പോകുമ്പോൾ അവനെ വിട്ടുപോകാതെ ക്രൂശിന്റെ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആരാണ്?
പരിശുദ്ധ കന്യക പറയും, അമ്മ അല്ലേ, എല്ലാവരും അവനെ വിട്ടുപോയപ്പോൾ ക്രൂശിന്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്ന അമ്മയുടെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ വാക്കിങ്ങനെയാണ്, എൻ്റെ മാംസത്തിൻ്റെ മാംസമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഹൃദയമേ, നിന്നോടൊപ്പം മരിക്കുവാൻ എനിക്ക് എന്നെ അനുവദിക്കുന്നു. എത്രയോ സങ്കടകരമായ ഒരു വാക്കാണ് പ്രിയമുള്ളവരെ. അവിടെ എല്ലാം നാം കാണേണ്ടത് അമ്മ സഹിച്ച സഹനങ്ങൾ, അമ്മ സഹിച്ച വേദനകൾ അത്രമാത്രം വലുതാണ്. ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം. ദേവാലയത്തിൽ രാവിലെ വരുന്നവർ ആദ്യത്തെ പ്രദക്ഷിണ നടക്കുന്നതായ സമയത്ത് അത് യേശു തമ്പുരാൻ ക്രൂശുമായി കടന്നു പോകുന്നതായ രംഗം ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതായ വേദഭാഗം, അത് യെരൂശലേം പുത്രിമാർ കരയുന്നതായ രംഗം. പ്രിയമുള്ളവരെ, ഓരോ വൈദികരും ഈ സ്ലീമായ തോളിൽ താങ്ങിക്കൊണ്ട് മദ്ബഹായിൽ ഇറങ്ങി ഈ മുറ്റത്തിറങ്ങിക്കൊണ്ട് പ്രദക്ഷിണ നടത്തുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. തന്നെ കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്നു. മാതാവ് വലിയ സങ്കടത്തോടെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത്, എൻ്റെ വാത്സല്യവാനെ, നിനക്കിന്ന് എന്ത് സംഭവിച്ചു? കേട്ടിട്ടുണ്ടോ പ്രാർത്ഥന? ആ സമയത്ത് നിങ്ങൾ പള്ളി വന്നിട്ടുണ്ടോ? പള്ളി വന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഓരോ പുരോഹിതന്മാരും എങ്ങനെ ചൊല്ലണമെന്ന് അറിയാൻ സാധിക്കാതെ ചങ്കുപൊട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എൻ്റെ വാത്സല്യവാനെ, നിനക്ക് എന്തു സംഭവിച്ചു? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ക്രൂശിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, ആ ക്രൂശിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ യേശു നമ്മെ സഹിച്ചതായ അതിവേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യാൻസറിന്റെ അസുഖം വന്ന് 24 കീമോ തൻ്റെ കവിൾത്തടങ്ങളിൽ ഏറ്റുവാങ്ങി ഉമ്മനീർ ഗന്ധി പോലും നഷ്ടപ്പെട്ടു പോയതായ സാജനം പറയുന്നതായ അച്ഛൻ പാടിയ ഒരു പാട്ട് ഞാൻ ഓർക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആരാണ് എന്ന് ചിന്തിച്ചു പോകും. എല്ലാം ദാനമല്ലോ, ഇതൊന്നും എന്റേതല്ല. കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? അച്ഛൻ പാടി കണ്ണീരോടെ, എല്ലാം തന്നതല്ലേ, അല്ലേ? ഇതെല്ലാം തന്നതല്ലേ? എല്ലാം ദാനങ്ങളാണ്, എല്ലാം ദാനങ്ങളാണ്. ഇതൊന്നും ഞാൻ നേടിയതല്ല. ഈ ഭൂമികോളത്തിൽ ഇന്ന് ഞാനായിരിക്കുന്നതായ അവസ്ഥയിൽ ഇന്ന് നമ്മൾ ആരും ഒന്നും നേടിയിട്ടില്ല. ഇന്ന് നമ്മൾ ആരും ഒന്നും വീണ്ടെടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ ആരും നമ്മുടെ കഴിവുകൊണ്ട് സാമർഥ്യം കൊണ്ട് ഒന്നും നേടിയതല്ല. മറിച്ച് ഇതെല്ലാം തന്നവനായ ഒരു യേശു തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ വർഷവും വചനോത്സവം എന്ന് പറയുന്നതായ പ്രോഗ്രാം ഇവിടെ നടത്തി സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് മടങ്ങി പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാർ ഇതുപോലെ സുവിശേഷം പറഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും. എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? എന്താ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടുള്ളത്? ജീവിതത്തിന്റെ ഏതെങ്കിലും തലങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു പോകേണ്ടത്. 16 വയസ്സ് മാത്രമുള്ളതായ ഗീതാഞ്ജലി എന്ന് പറയുന്നതായ മകൾ, അവൾ മരണവേദനയിൽ മരണത്തോട് മല്ലിട്ട് നിൽക്കുന്നതായ സമയത്ത് അവൾ എഴുതി വെച്ചതായ അവളുടെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ തകർത്ത് കളയുന്നു, എൻ്റെ ജീവിതത്തെ നീ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു. എന്നാൽ എൻ്റെ വേദന സഹിക്കുവാൻ എനിക്ക് നീ കരുത്ത് നൽകുമ്പോൾ മറ്റൊരുവന്റെ വേദനയിൽ നീ ആശ്വാസമായി തീരണമെന്ന് അവൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ മരണവേദന പോലെ ഞാൻ അനുഭവിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഞാൻ മരണത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ സങ്കടം തന്നാലും അവരുടെ ജീവിതത്തിൽ സങ്കടം കൊടുക്കല്ലേ എന്ന് പറയുന്ന ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു മകളുടെ വാക്കുകൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായിത്തീരണം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ഇടവകയിലെ ആളുകൾ, നമ്മുടെ കുടുംബത്തിലെ ആളുകൾ, നമ്മുടെ ജോലി മേഖലയിലെ ആളുകൾ, ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അവർ നമ്മുടെ മുമ്പാകെ എന്ത് ചെയ്താലും, എന്ത് സങ്കടങ്ങൾ ചെയ്താലും, എന്ത് ബുദ്ധിമുട്ടുകൾ നമുക്ക് നൽകിയാലും അവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മനസ്സ് കാണിക്കണമെന്നാണ് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലുള്ളവരെ, ആ ഭാഗത്തിൽ ഞാൻ വിരമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ എങ്ങനെ മറ്റൊരാൾക്ക് സാന്ത്വനമായി തീരുമെന്ന് നമുക്ക് സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആദ്യോടന്തം അവിടെ ശിക്ഷിക്കുന്നതായിട്ടും ഇവിടെ ശാസിക്കുന്നതായിട്ടും അവിടെ വേദന കൊടുക്കുന്നതായിട്ടും ഇവിടെ സങ്കടം കൊടുക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ
നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നമ്മുടെ മാത്രം ആവശ്യമായി കണ്ട് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നമുക്ക് വേണ്ടി മാത്രം നമ്മൾ യാചിക്കുന്നവരല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിന്റെ എഴുകളിലേക്ക് ചിന്തിക്കാതെ, ആ ദൈവത്തോട് നന്ദി പറയാതെ, ദൈവത്തോട് സന്തോഷവാക്കുകൾ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്നതായ അവസരങ്ങളിൽ, സഹനങ്ങളിൽ നമുക്കൊരാൾക്ക് എങ്ങനെ സ്വതന്ത്രമായി തീരുവാൻ സാധിക്കും? മറ്റൊരാളുടെ സഹനങ്ങളിൽ ഞാനും നിങ്ങളും അടുത്തു ചേരണം. ഈ വലിയ നോമ്പിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ആമുഖവാക്കുകളിലൂടെ നോമ്പ് ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയായി തീരണം? മറ്റൊരുവനെ ആശ്വാസമായി തീരണം, മറ്റൊരുവന് സഹായമായി തീരണം, മറ്റൊരുവന് അനുഗ്രഹമായി തീരണം. അതിലൊരു നോട്ടം ഉണ്ടാകാം, അതിലൊരു ജീവിതം ഉണ്ടാകാം, അതിലൊരു വാക്കുകൾ കൊണ്ടാകാം, ഒരുപക്ഷെ പ്രവൃത്തി കൊണ്ടാകാം, നമ്മുടെ സാന്നിധ്യം കൊണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കുന്നതായ ചില സൗഭാഗ്യ അവസരങ്ങൾ കൊണ്ട് എന്തുമായി കൊള്ളട്ടെ, മറ്റൊരുവന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അലസിലുള്ളവർ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിലെ 2 സ്ത്രീകളെ നമുക്ക് കാണുന്നുണ്ട്. രൂത്തിനെയും ഓർപ്പായെയും. നമുക്കറിയാം, രൂത്തിന്റെയും ഓർപ്പായുടെ ജീവിതം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് ആരാണ്? തന്റെ അമ്മ, നൊന്തുപെറ്റതായ അമ്മ രൂത്തിനെയും ഓർപ്പയെയും വിളിച്ചുകൊണ്ട് പറയുന്നതായ വാക്കെങ്ങനെയാണ്? മക്കളെ, നിങ്ങൾ എന്നെ വിട്ടിട്ട് പൊയ്ക്കോ, നിങ്ങൾ എന്നെ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ വിട്ടുപോയിക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോ എന്ന് പറയുമ്പോൾ ഓർപ്പ ചുടുചുംബനമായിട്ട് തന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് അമ്മ പോകുന്നു എന്ന് പറയുമ്പോൾ രൂത്ത് ചുംബനം കൊടുക്കാതെ മൗനമായി നിന്നുകൊണ്ട് ഹൃദയത്തിൽ തന്നെ അമ്മയെ സ്നേഹിക്കുന്നതായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുടുംബത്തിൽ അമ്മയായിക്കൊള്ളട്ടെ, അപ്പനായിക്കൊള്ളട്ടെ, ജീവിതപങ്കാളി ആയിക്കൊള്ളട്ടെ, അയൽവക്കക്കാരായിക്കൊള്ളട്ടെ, ദേവാലയത്തിലായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, നമ്മളല്ലെങ്കിൽ എങ്ങനെയാണ് സങ്കടപ്പെടുന്നത്? അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് പലപ്പോഴും സങ്കടങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, മറ്റൊരുവിന്റെ തകർച്ചയെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, മറ്റൊരുത്തിന്റെ വേദനയെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, യേശുദമ്പുരാൻ അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരോടും ക്ഷമിക്കുവാൻ, പൊറുക്കുവാനുള്ള മനസ്സ് കാണിക്കുന്നു. മൂന്നാമതായിട്ട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്, എങ്ങനെയാണ് പൊറുക്കേണ്ടത്? യേശുദമ്പുരാൻ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമിക്കൂ. ക്ഷമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ വലിയ നോമ്പ് ദിവസത്തിലേക്ക് വരുമ്പോൾ, പീഡാസഹന നാളുകളിലേക്ക് കടന്നു പോകുമ്പോൾ യേശുദമ്പുരാൻ പറയുന്ന വാക്ക്, നിങ്ങൾ ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ വലതുഭാഗത്ത് കള്ളനോട് ക്ഷമിക്കുന്ന ഒരുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ കൂടെ 12 പേരുണ്ടായിരുന്നു. 12 പേരും തന്നെ വിട്ട് ഓടിപ്പോയപ്പോഴും അവരെ ക്ഷമിക്കുന്നവരെ യേശുദമ്പുരാനെ കാണുന്നു. പത്രോസ് കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? പല പ്രാവശ്യങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവനെ വിട്ട് ദൂരത്തേക്ക് മാറിപ്പോകുന്നു, അവനെ തള്ളിപ്പറയുന്നു. പ്രിയമുള്ളവരെ, പൊറുക്കുന്ന, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ഒരു നിറകുടമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, അല്ലേ? 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമ്പോൾ തൻ്റെ കൂടെ അന്ത്യത്താഴം കഴിക്കുവാൻ വേണ്ടി ചേർന്ന് വന്നപ്പോൾ അവനും അപ്പമാൻ ഭക്ഷിച്ചു, അല്ലേ? 30 വെള്ളിക്കാശ് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട്, 30 വെള്ളിക്കാശ് തന്റെ കീശയിൽ വെച്ചുകൊണ്ട് അപ്പമായി തിന്നാൻ വേണ്ടി വന്ന യൂദായോട് ദൈവം ക്ഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ക്ഷമിക്കുവാൻ മനസ്സ് കാണിക്കണം. നമുക്കറിയാം, ക്രൂശ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം, നിങ്ങൾ ക്ഷമിക്കും. ദേവാലയത്തിലും ഇടവകയിലും ജോലി സ്ഥലങ്ങളിലും കുടുംബത്തിലും ഒക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്നേക്കാം. എന്നാൽ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ്, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നതായ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് സമയം, അതാണ് യേശുദമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച മദർ തെരേസയുടെ ജീവിതം, അല്ലേ? ഒരു ദിവസം മദർ തെരേസയോട് ഒരു ന്യൂസ് എഡിറ്റർ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയാണ് ക്ഷമിക്കുവാൻ ഇത്രമാത്രം സാധിക്കുന്നത്? ഒരു ദിവസം അമ്മ രാവിലെ എഴുന്നേറ്റ് തൻ്റെ കുഞ്ഞിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, താൻ വളർത്തുന്നതായ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി, തൻ്റെ
തന്റെ കൈവശം കാശില്ലാതെ പണമില്ലാതെ വന്നപ്പോൾ ഒരു ഭക്ഷണശാലയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് അമ്മ ഭക്ഷണം ചോദിച്ചപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു അറിയാമോ? അറിയോ? കഥ കേട്ടിട്ടുണ്ടോ? അമ്മയുടെ കയ്യിലേക്ക് തുപ്പിക്കൊടുത്തു, അല്ലേ? കാർക്കിച്ചു തുപ്പി. അമ്മയെ അത് സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ട് അമ്മ ചോദിച്ച ചോദ്യമാണ്, എനിക്ക് തരാനുള്ളത് നീ തന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്തുകൊണ്ട്. അത്രമാത്രം വിനയപ്പെട്ടുകൊണ്ട് താഴ്മ ധരിച്ചുകൊണ്ട് അമ്മ ക്ഷമിക്കുന്നതായിട്ട് കാണുമ്പോൾ പ്രിയമുള്ളവരെ, അമ്മ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ആ പത്രക്കാരനോട്, അന്വേഷിച്ചാലിലെ ആളുകൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ക്രിസ്തു ക്രൂശിൽ കാണിച്ച അതേ കാര്യം തന്നെയാണ് ഞാൻ കാണിച്ചത്. ക്രിസ്തു ക്രൂശിൽ നമ്മോട് കാണിച്ചതായ അതേ കാര്യം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ചത്. ക്രൂശോടെ സഹിക്കുവാനും ക്രൂശോടെ വഹിക്കുവാനും യേശു തമ്പുരാൻ എന്നെ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുമ്പോൾ, ജീവിതത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനുള്ളതായ അവസരങ്ങൾ ഞാൻ നിങ്ങൾ വിനിയോഗിക്കുന്നു. പ്രിയമുള്ളവരെ, വാശി വൈരാഗ്യവും ജീവിതത്തിലെ പിണക്കവും കുടുംബത്തിലെ കലഹങ്ങളും ഭിന്നതകളുമെല്ലാം എവിടെ വരെ കൊണ്ടുപോകും? ഞാനിപ്പോഴും ഓർക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ചങ്ങനാശ്ശേരി വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടു കൂടി പൊയ്ക്കോളാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല അവൾ സന്തോഷത്തോട് പറഞ്ഞത്, അന്ന് രാവിലെ വീട്ടിൽ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊന്നും അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അവൾ സന്തോഷത്തോടു കൂടി ഇവിടെ പൊയ്ക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വണ്ടിയെടുത്ത് കോതമംഗലം വരെ പോയി കഴിയുമ്പോൾ ആ പരിപാടി ക്യാൻസലായി പോയി. ഞാൻ ആ വാഹനം എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ എനിക്കാണ് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ അവിടെ ഭക്ഷണം എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ക്ഷമിക്കണം, ഇവിടെ ഭക്ഷണമില്ല എന്നവൾ പറഞ്ഞു. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തു. ഞാൻ എൻ്റെ ഭാര്യയോട് ഒത്തിരിയേറെ ദേഷ്യപ്പെട്ടു, ഒത്തിരിയേറെ സഹായിച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനൊരു അച്ഛനല്ലേ, എനിക്ക് ചെയ്യാൻ കൊള്ളാമോ? പക്ഷെ ഞാൻ ചെയ്തു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ വാഹനം എടുത്ത് ഒരു 2 കിലോമീറ്റർ വണ്ടി കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ സങ്കടപ്പെട്ട് എൻ്റെ ഭാര്യ എന്നോട് ഭക്ഷണം ഉണ്ടാക്കി. ചോറ് കറികളൊക്കെ ഏറെ വേഗത്തിലുണ്ടാക്കുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിലെ വാശി അത് അനുവദിച്ചില്ല. ഞാൻ മിണ്ടാതെ കട്ടിൽ കിടന്നു. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി 3 കൂട്ടക്കറിയും ചമ്മന്തിയും ചോറും മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്നെ വളരെ സ്നേഹത്തോടെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ കഴിച്ചില്ല. ഉച്ചയായി, 4 മണിയായി, വൈകുന്നേരമായി, എന്നെ പല പ്രാവശ്യം അവർ വിളിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാശിയിൽ ഞാൻ ഭക്ഷണം കഴിക്കാതെ അവിടെ കിടന്നു. ഞാൻ കട്ടിൽ കിടന്നുറങ്ങി. പ്രിയമുള്ളവരെ, രാത്രി 12 മണിയായി കഴിഞ്ഞപ്പോൾ ഞെട്ടി എഴുന്നേറ്റ്. മറ്റൊന്നുമല്ല, വിശന്നതായിരുന്നു. ഞാൻ അവളോട് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ വാശിയോടുകൂടി ഞാൻ അവിടെ കിടന്നു. നേരം വെളുത്തപ്പോൾ എൻ്റെ ഭാര്യ അതേ മേശപ്പുറത്ത് തന്നെ അപ്പവും കടലക്കറിയും ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കുകയാണ്. അത് വാശി. ഞാൻ എഴുന്നേറ്റ് കഴിച്ചില്ല. പ്രിയമുള്ളവരെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെൻ്റെ അടുത്ത് വന്നിരുന്ന കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയും വാശി പിടിക്കുകയും ചെയ്ത സമയമാണ്. പക്ഷേ ക്രൂശിൽ കാണിച്ചു തന്ന ആ ക്ഷമിക്കണമെന്ന് പറയുന്ന വാചകം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരല്പസമയം മാറ്റിവെച്ചു. അന്ന് ആ പകല് അവളുണ്ടാക്കി വെച്ച ഭക്ഷണത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അവൾ കണ്ണുനീരൊഴുക്കിയപ്പോൾ ഞാൻ എന്നൊരു തീരുമാനം എടുത്തതാണ്. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടത്തില്ല, അവളെ വേദനിപ്പിക്കില്ല. മറ്റൊന്നുമല്ല, എന്ന് ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ ജീവിതത്തിൽ ബലഹീനതയിൽ നമുക്കൊക്കെ തെറ്റുകൾ വന്നു പോയേക്കാം. ദേഷ്യവും വഴക്കും പിണക്കമൊക്കെ ജീവിതത്തിൽ വന്നു പോയേക്കാം. പക്ഷേ അവിടെയെല്ലാം ക്രൂശിൽ കാണിച്ച ആ ക്ഷമ, ആ ക്രൂശിൽ നമുക്ക് മുമ്പായി കാണിച്ചു തന്ന, വരച്ചു തന്ന ആ നന്മയുള്ള ഹൃദയം നമ്മൾ മറന്നു പോകരുത്. അന്ന് മുതൽ ഇന്നോളം ഞാൻ ഏറെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഭാര്യ. ഇന്നുവരെ ഞങ്ങൾ അതിന് ശേഷം വഴക്കുണ്ടാക്കിയിട്ടില്ല. അത് ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, അച്ഛൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇടവകയിലും കുടുംബത്തിലുമൊക്കെ പലപ്പോഴും സഹനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അവിടെയെല്ലാം ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് കാണിക്കാം. അവസാനമായിട്ട്, കരയുന്നവരെ കൈവിടാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്നലെ ഓർമ്മപ്പെടുത്തി, ത്യാഗങ്ങൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ കൈവിടാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. മത്സരമുള്ളവർ നമുക്കറിയാം, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയും എന്ന് പറയുന്നതായ വേദഭാഗം ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ ഓർത്ത് കരയുന്നതായ
സങ്കടപ്പെട്ടു പോകുമ്പോൾ, ഭാരപ്പെട്ടു പോകുമ്പോൾ വേദനിക്കുന്നതായ ഒരു അവസ്ഥ ഓരോ അമ്മമാരുടെയും ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏകദേശം 700-ൽ പരം പ്രാവശ്യമാണ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്. വേദപുസ്തകത്തിന്റെ ഓരോ താളുകളും ഓരോ വരികളും ഓരോ പേജുകളും കണ്ണുനീർ തുള്ളികൾ കൊണ്ട് നനഞ്ഞു കിടക്കുന്നതായ അവസ്ഥ നമ്മൾ കാണുകയാണ്. മനസ്സിലുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം മക്കൾ കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ നോമ്പ് ആരംഭിച്ചതായ ഞായറാഴ്ച ദിവസം മുതൽ ഇന്നോളം വേദഭാഗങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ അനേകം മക്കൾ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂനിയായി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂതബാധിതയായ മകളെയും കൊണ്ട് ഒരു അമ്മ കടന്നു വന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അനേകം മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ രാജാവും രാജ്ഞിയും പ്രവാചകന്മാരും ഗുരുക്കന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും എന്തിനു പറയുന്നു? യേശുദമ്പുരാൻ പോലും കണ്ണുനീർ വാർക്കുന്നതായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. മനസ്സിലുള്ളവരെ, നമ്മൾ ഇന്ന് എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? രണ്ടു കാലം തോളിൽ വന്ന് തളർന്നു പോയതായ അനുജനെ തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു പോകുന്നതായ രംഗത്തിൽ തന്റെ കൂട്ടുകാരൻ അവനെ കളിയാക്കുമ്പോഴും അവനൊന്നും പറയാതെ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം മടങ്ങി വന്നപ്പോൾ തന്നെ പഠിപ്പിച്ച അധ്യാപകൻ ഈ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്: എൻ്റെ അനുജനെ ഞാൻ തോളത്തെടുക്കുമ്പോൾ എൻ്റെ കർത്താവ് ക്രൂശിൽ ചുമന്നതായിട്ട് മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമല്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയും ആ കുഞ്ഞിൻ്റെ കണ്ണുനീരിനെ കാണുന്നുണ്ട്. മക്കളെ ചൊല്ലിക്കരയുന്ന മാതാപിതാക്കൾ ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. കത്തോലിക്ക സഭയിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ കവാടങ്ങൾ എന്ന് പറയുന്നതായ പുസ്തകത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതായ ദിവസം തന്റെ എഡിറ്റർ തന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: തനിക്ക് താൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവസാനിച്ചില്ല ചോദിച്ചപ്പോൾ ഈ പിതാവിനോട് മനുഷ്യൻ ചോദിച്ചു, അല്ലെ പിതാവെ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാരമുള്ളതായ ഈ പാപ്പാസ്ഥാനം അങ്ങ് എങ്ങനെയാണ് വഹിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് എങ്ങനെയാണ്: മോനെ, ഈ പ്രപഞ്ചത്തിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയോടെ നേടിയെടുക്കാവുന്ന അപ്പുറമായിട്ട് ജീവിതത്തിൽ ഒന്നുമില്ല. ഈ വിശുദ്ധനായ മനുഷ്യൻ പറഞ്ഞു, പ്രാർത്ഥനയോടെ നേടിയെടുക്കാവുന്നതിനപ്പുറമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സുഹൃത്തിനോട് പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയാണ്. മനസ്സിലുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നോമ്പിന്റെ നമസ്കാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്താ? തന്റെ മുഖം കണ്ണുനീരുകൾ നനയുമ്പോഴും കഷ്ടനിറഞ്ഞ ലാഭത്തിൽ കരച്ചില വായടക്കപ്പെടുമ്പോഴും പാപി സ്നേഹിക്കപ്പെട്ടവനായി തീരുന്നു. നല്ല വർണ്ണങ്ങളാൽ അനുതാപത്തിന് രൂപം വരയ്ക്കുവാൻ കണ്ണുനീരുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ണുനീരിന്റെ പ്രാധാന്യം മനസ്സിലായി. കരയുന്നവരാണ് നമ്മൾ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓർമ്മപ്പെടുത്തുന്നു, കരയുന്നവരുടെ കണ്ണുനീരിനെ സ്വീകരിക്കുന്ന ദൈവമുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. മടുത്തു പോകാതെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തെല്ലാം വേദഭാഗങ്ങളാൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതെല്ലാം വായിച്ച് കളയുമ്പോൾ മാറ്റിവെക്കുമ്പോൾ ജീവിതത്തിൽ ഈ കണ്ണുനീരിന്റെ പ്രാധാന്യം, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലുള്ള പ്രതിഫലം എത്രമാത്രം വലുതാണെന്ന് ഞാനങ്ങനെ മറന്നു പോകരുത്. മത്സരമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം വൈദിക സെമിനാരിൽ പഠിക്കുന്ന സഞ്ജു എന്ന് പറയുന്നതായ ഒരു മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നിങ്ങളെല്ലാവരും പറഞ്ഞു കാണുമല്ലേ? സഞ്ജുവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതായ സമയത്ത് ഒരു മനുഷ്യന് സഹിക്കുന്നതിനപ്പുറമായ ഒരു വേദന കടന്നു വരികയാണ്. അതിനുശേഷം ആ അപ്പനും അമ്മയും ചങ്കുപൊട്ടി നിലവിളിക്കുന്നതായ നിമിഷങ്ങൾ ഇതെല്ലാം കണ്ട് ഒരല്പസമയം ചങ്കുപൊട്ടി ഞാനും കരഞ്ഞ ദൃശ്യം സമയങ്ങളൊക്കെ ഓർത്തു പോവുകയാണ്. അതിനുശേഷം ഒരു പുരോഹിതൻ സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അപ്പനെയമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതായ വാക്ക് എങ്ങനെയാണ്: അല്ലയോ പിതാവേ, അല്ലയോ അച്ഛ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദാനമായ ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൊണ്ടുപോയതാണ്. കരയുന്നവരുടെ സാന്ത്വനം ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. മനസ്സിലുള്ള ഓർമ്മപ്പെടുത്തിയത് നമ്മൾ കരയുമ്പോൾ കണ്ണുനീരൊഴുക്കുമ്പോൾ
ജീവിതത്തിന് അർത്ഥതലങ്ങളിൽ എത്തിച്ചേരും. കരയുന്നവരെ താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അടുത്ത കാലത്ത് ഒരു പുരോഹിതൻ ഏറെ സങ്കടകരമായ ഒരു അസുഖത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ, പേരൊന്നും പറയുന്നില്ല, ആ പുരോഹിതനെ കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം അറിയാൻ സാധിക്കാതെ ആ പുരോഹിതനോട് ചേർന്ന് എല്ലാ വൈദ്യശാസ്ത്രവും അദ്ദേഹത്തെ കൈവിട്ടു. ഇനി നിങ്ങൾ വിശുദ്ധ കുർബാന ചൊല്ലില്ല, ഇനി നിങ്ങൾ കുപ്പായം നിൽക്കില്ല എന്ന് രാജകീയ ഹോസ്പിറ്റലിലെ വൈദ്യശാസ്ത്രം മുഴുവൻ എഴുതി തള്ളിയപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ കടന്നു ചെല്ലുമ്പോൾ ഈ പുരോഹിതൻ എന്നെ ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹം എൻ്റെ വാത്സല്യത്തോടെ എൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, അച്ഛൻ വിഷമിക്കേണ്ട. എന്നോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കേണ്ട, കരയുന്നവരുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ആശ്വസിപ്പിക്കാൻ പോയ ഞാൻ കരഞ്ഞുപോയി. പ്രിയമുള്ളവർ, ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു ദൃഢവിശ്വാസമാണ്, ആ ഒരു ബലമാണ്, ആ ഒരു ശക്തിയാണ് ജീവിതത്തിൻ്റെ വിജയം. നമ്മളൊക്കെ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ആർജിച്ചെടുത്താലും ജീവിതത്തിൻ്റെ ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ശക്തി, പ്രാർത്ഥനയുടെ ബലം, ഇതാണ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന മക്കൾക്ക് ആശ്വാസമാക്കായിട്ട് നാം ചേർന്നിരിക്കുമ്പോൾ, സഹനങ്ങളിൽ സ്വാതന്ത്ര്യമാകുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമുക്ക് ധ്യാനിക്കാം. ആ ക്രിസ്തു കടന്നു പോയതായ വഴികളെ നമുക്ക് ധ്യാനിക്കാം. ആ ക്രിസ്തു ഏറ്റതായ ഭാരങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ആ ക്രിസ്തു ചുമന്നതായ ചുമട്, ആ ഭാരം നമ്മുടെ തോളിൽ വയ്ക്കാൻ നമുക്ക് സാധിക്കണം. കുരനക്കാരനായ ശീമോൻ ഓടി വന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിൽ താങ്ങിക്കൊണ്ട് ഞാൻ ചുമക്കാമെന്ന് പറഞ്ഞതായ ആ നിമിഷം, പ്രിയമുള്ളവരെ, അതായിരിക്കണം ഞാൻ നിങ്ങളും. എന്തെല്ലാം നേടി എവിടെയെല്ലാം എത്തിയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ആ ദൈവവചനം എന്താണെന്നും ആ ആരാധന എന്താണെന്നും വിശുദ്ധ കുർബാന എന്താണെന്നും ദൈവാലയത്തിൽ എന്താണ് ലഭിക്കുന്നത് എന്നുള്ളതായ ആ പ്രതിഫലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥതലങ്ങളിൽ എത്തിയുള്ളൂ. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ സങ്കടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വെച്ചു കൊടുത്ത് നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഇനിയെങ്കിലും തുറന്നുള്ളതായ ദിവസങ്ങളിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ പീഡാസഹനത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഓരോ വലിയ നോമ്പ് കടന്നു പോകുമ്പോൾ ഞാൻ നോമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചിരുന്നു. എൻ്റെ പൊന്നുതമ്പുരാൻ ഇതുവരെ ഉള്ളവയിൽ എന്നെ താങ്ങിക്കൊണ്ട് പോയപ്പോൾ നന്ദി പറയുവാൻ എനിക്ക് സാധിച്ചിരുന്നു. സ്വയം ചിന്തിച്ച്, സ്വയം തീരുമാനമെടുത്ത്, സ്വയം ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നേരം വരെ നിന്റെ പീഡാസഹനത്തിൽ നിന്റെ ക്രൂശിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ കർത്താവെ, നീ ഏറ്റതായ ആണിപ്പാടുകൾ, നീ ഏറ്റതായ മുറിപ്പാടുകളെല്ലാം ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവെ, ഇന്നോട് ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത നീ സഞ്ചരിച്ചതായ വഴികൾ ഒരു നിമിഷം ഞങ്ങളൊന്ന് ധ്യാനിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, നീ ഏറ്റതായ ആണിപ്പാടുകൾ ഞങ്ങളൊന്ന് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈ രാത്രികാലം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് നീ നടന്നതായ പാതയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. നീ ചെന്നെത്തിയതായ സംഘത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ വരികയാണ്. നീ ഏറ്റതായ അടികൾ ഞങ്ങൾ കണ്ണു തുറന്ന് നോക്കുകയാണ്. കർത്താവെ, നീ ഭാരമേറിയ ക്രൂശുമായി കാൽവരി കുന്നിലേക്ക് കടന്നു പോകുന്ന ദൃശ്യം മനസ്സിൽ ധ്യാനിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കൂടെ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഞങ്ങളുടെ കോട്ടയാണ്, നീ ഞങ്ങളുടെ ബലമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ കടന്നു വന്നപ്പോൾ ഒന്ന് പശ്ചാത്തപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാനുള്ള സമയം കണ്ടെത്തിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകിയപ്പോൾ നന്ദി പറയുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, കുടുംബത്തിൽ സന്തോഷം, ദാനമായ കുഞ്ഞുങ്ങളെ നൽകിയപ്പോൾ ഞങ്ങൾ കണ്ണുനീരൊഴുക്കി നന്ദി പറയുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. കർത്താവെ, ഈ രാത്രികാലം നിന്റെ കണ്ണിൽ നിന്ന് വീണതായ രക്തത്തുള്ളികൾ പോലെ നിന്റെ തലയിലേക്ക് അടിച്ചിറക്കിയപ്പോൾ ആ മുൾക്കിരീടത്തിൻ്റെ അരികിലൂടെ ഒഴുകിയ രക്തത്തുള്ളി പോലെ ഈ ദേവാലയത്തിൻ്റെ സന്നിധിയിൽ
ഞങ്ങളൽപ്പം കണ്ണുനീരൊഴുക്കട്ടെ. രാത്രികാലം നിന്നെ മാത്രം ധ്യാനിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകൾ ഏറ്റുപറയുവാൻ ഞങ്ങൾ മനസ്സ് കാണിക്കുകയാണ്. കർത്താവെ, ഒന്ന് കുമ്പസാരിക്കുവാൻ, ഒന്ന് പാപങ്ങളെ ഏറ്റുപറയുവാൻ കർത്താവെ ഞങ്ങൾ മനസ്സ് കാണിച്ചില്ല. ഓരോ പുരോഹിതന്മാരും ഞങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു, അതൊന്നും ഞങ്ങൾ കേൾക്കുവാൻ തയ്യാറായില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഇടവകയിൽ പലപ്പോഴും സമാധാനവും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം അടിച്ചു കിടത്തുവാൻ വേണ്ടി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷത്തിൽ, ഞങ്ങളുടെ ആനന്ദത്തിൽ മറ്റൊരാളെ ചേർക്കുവാൻ, മറ്റൊരാൾക്ക് താങ്ങായി നിൽക്കുവാൻ, മറ്റൊരാളെ സ്വീകരിക്കുവാൻ ഞങ്ങൾ മനസ്സ് കാണിച്ചില്ല. കർത്താവെ, ഈ രാത്രികാലം നിന്റെ സന്നിധിയിലേക്ക് ചേർന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി, കർത്താവെ, നിന്റെ വലത് കരങ്ങളിലാണ് ഞങ്ങൾ പിടിക്കുന്നത്, ഇപ്പോൾ തൊടുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഞങ്ങളുടെ ഹൃദയത്തോട് ഞങ്ങളുടെ വലത് കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ണുനീരോടുകൂടി ഇപ്രകാരം ചേർന്ന് പാടി ധ്യാനിക്കുന്നു. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ്റെ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ ഹൃദയവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. കാരണവാൻ സ്വർഗ്ഗസ്ഥനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രികാലം അടിയങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് ധ്യാനിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ കൂടെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾക്ക് ഞങ്ങൾ ശിരസ് വഹിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. ഇത്രത്തോളം ഞങ്ങളുടെ കൂടെ അനുഗ്രഹിച്ചത്, ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തിയത്, ഇത്രത്തോളം ഞങ്ങൾക്ക് കാവലായി ചേർന്ന് കർത്താവെ, ഞാൻ കാരണം അനേകം മക്കൾ ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ മൂലം അനേകം മക്കൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ രാത്രികാലം ശിരസ് വഹിച്ച് ക്ഷമചോദിക്കുകയാണ്. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റു. ഈ രാത്രികാലം ഞങ്ങൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇടവകയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൈശാചികമായ ബന്ധനങ്ങൾ കെട്ടുകളുമെല്ലാം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, സമ്പൽസമൃദ്ധിയുടെ നന്മ നിറഞ്ഞ ജീവിതം ഞങ്ങളുടെ ഇടവകയ്ക്ക് ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ദാനവാന്മാരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പഠിക്കുവാനുള്ള ഉദ്ദേശിക്കുന്ന അറിവും ഞാനും വിവേകം പകർന്നു കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ കുഞ്ഞുങ്ങളോട് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ, തക്കതായ ജോലി ലഭിക്കുവാൻ നൽകണമേ. ദൈവമേ, പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധി കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ അനേകം മക്കൾ കഴിയുന്നുണ്ടല്ലോ കർത്താവേ, ദേവാലയത്തിൽ പോലും കടന്നു വരുവാൻ സാധിക്കാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടല്ലോ, അവരെല്ലാ സന്നദ്ധയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവം, മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ടല്ലോ, ഒന്ന് താലോലിക്കുവാൻ, ഒന്ന് സന്തോഷിക്കുവാൻ എത്ര ആഗ്രഹിച്ചിട്ടും ഒരു കുഞ്ഞില്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവെ, അവരെ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, തൊട്ട് ഉണർത്തി ആ കുഞ്ഞ്
സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ അനുഗ്രഹിക്കുന്നത് കൃപയാൽ, നന്മകളാൽ, തിരുവചനത്താൽ, ആരാധനയാൽ അവരെ നിറയ്ക്കണമേ. മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ കൃപ നൽകണമേ. സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നു. ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ